നമ്മൾ മലയാളികൾ പൊളിയല്ലേ. സന്ദർഭം അനുസരിച്ചിട്ട് പെരുമാറാൻ അറിയാത്ത കുറേ മനുഷ്യർ, എവിടെയൊക്കെ എങ്ങനെ പെരുമാറണം എന്നുപോലും അറിയാത്ത കുറേ പാഴ്ജന്മങ്ങൾ. എന്നിട്ട് നമ്മളെ പേരോ ചാച്ചര മലയാളി. ഇത് ചാച്ചര മലയാളി. ഇന്നലെ സലീം കുമാറിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കാനെത്തിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രമുഖരെ കാണുമ്പോൾ അടിയിൽ തിരികിയിരിക്കുന്ന കോണാൻ ഫോണും എടുത്തിട്ട് പ്രമുഖരുടെ കൂടെ സെൽഫി എടുക്കുന്ന കുറേ മനുഷ്യർ. ഇവർക്കൊന്നും തലക്ക് ബോധമില്ലാത്തതാ. മരണ വീടാന്ന് അതിൻ്റെ അകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. അവരെടുത്ത് എങ്ങനെ പെരുമാറണം, ഒരു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത കുറേ എണ്ണം. വല്ലാത്ത കഷ്ടം തന്നെ നമ്മളെ മലയാളികളുടെ കാര്യം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ നല്ല 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 മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്നല്ലേ. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഇതേ കാര്യം ഉണ്ടായിരുന്നു. മനോജ് കെ ജൻ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീപിന് ഇന്ദ്രയത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. എത്രയോ വർഷങ്ങളായി, ഇനിയും അതിനൊരു മാറ്റമില്ല, ഇന്നും അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിൻ്റെ കൂടെ ഒരു ചങ്ങായി ഫോട്ടോ എടുക്കുന്നുണ്ടായിന്. അയാളോട് എപ്പോഴെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, സുഹൃത്തെ ചേട്ടാ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വരണം. ഇനി ഒരിക്കലും എവിടെ നിന്നും അങ്ങനെ ചെയ്യരുത്. ആ ചേട്ടനോട് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ്. അതൊന്നും മനസ്സിലാക്കണം, ചെയ്യുന്നത് തെറ്റാണെന്ന്. ദിലീപ് എന്തിനാണ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചത് എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മരണ വീടാണെന്ന് നിങ്ങൾ പറയണ്ടേ എന്ന് ചോദിച്ചിട്ട്. അതിന് വേറൊരു മറുവശമുണ്ട്. ഇനി അഥവാ അയാൾ പറഞ്ഞു മരണ വീടാണെന്ന് പറഞ്ഞ് ചൂടായി ഫോണ് തട്ടി മാറ്റിയെങ്കിൽ, ഇതേ പറഞ്ഞ് നമ്മൾ മലയാളികൾ തന്നെ പറയും അവൻ അഹങ്കാരമല്ലേ, നമ്മുടെ കാശ് കൊണ്ടല്ലേടാ അവൻ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കും. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അത് വേറൊരു സത്യം. അതുപോലെ ചന്തു ചൂടായി. അച്ഛൻ്റെ സങ്കടത്തിലിരിക്കുമ്പോൾ ചൂടാവും. ഏതൊരു മനുഷ്യനും ചൂടാവും. ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊക്കെ കാണുമ്പോൾ ചൂടായി പോവും. അതിൻ്റെ അടിയിലും കുറേ ആൾക്കാർ കമൻറ്റുകൾ ഉണ്ടായിരുന്നു, അവനൊക്കെ അഹങ്കാരമാണ്, അവൻ ജീവിക്കുന്നത് തന്നെ നമ്മൾ കണ്ട സിനിമയുടെ കാശ് കൊണ്ടാണ് എന്നുള്ള കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. എടാ, നിങ്ങൾ പടം കണ്ടത് കൊണ്ട് മാത്രം അവർ ജീവിക്കുന്ന വെച്ച് നിങ്ങൾക്ക് കുഞ്ഞി തരണ എന്ത് ചെറ്റ വർത്താനോടാ പറയുന്നൊരു മര്യാദ വേണ്ടേ? ഈ പറയുന്നവരുടെ അച്ഛനും ആരെങ്കിലും മരണപ്പെട്ട് കിടക്കുമ്പോൾ നിന്റെ എന്ത് കച്ചവടം ചെയ്യുന്ന നിന്റെ കടയിൽ വന്നിട്ട്, നീ നമ്മളെ പണം കൊണ്ടല്ലടാ നീ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ അച്ഛൻ്റെ ഫോട്ടോ എടുക്കാൻ വിടും. നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാടാ നിങ്ങൾ പറയുന്നത്? മലയാളികളാണോലും മലയാളികൾ എപ്പോഴും ഇനി ബോധം